കൊല്ലം കേരളപുരത്ത് വൻ ലഹരിവേട്ട. 48 ഗ്രാം MDMAയും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. ഒന്നാം പ്രതിയും വടക്കേവിള സ്വദേശിയുമായ മുഹമ്മദ് അനീസ്, 3ഉം 4ഉം പ്രതികളും ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശികളുമായ ഷാനൂർ, സെയ്തലി എന്നിവരാണ് പിടിയിലായത്. രണ്ടാം പ്രതിയും വാളത്തുങ്കൽ സ്വദേശിയുമായ മനോഫർ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ വലയിലായത്. ബാംഗ്ലൂരിൽ നിന്നും MDMA വൻതോതിൽ വാങ്ങി കുണ്ടറ, കേരളപുരം, കരിക്കോട് ഭാഗങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി കൊണ്ടുവന്നപ്പോഴാണ് എക്സൈസ് സംഘത്തിന്റെ വലയിൽ വീണത്. മയക്കുമരുന്ന് വാങ്ങുവാനും വിൽക്കുവാനും വന്നവരെയാണ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും പ്രതികൾ MDMA കടത്തിക്കൊണ്ടുവന്ന് കേരളപുരത്ത് വെച്ച് വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമിടയിലാണ് പ്രതികൾ എക്സൈസിന്റെ വലയിലായത്. പ്രതികളുടെ 2 കാറുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. വിപണിയിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMA ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിനോട് അനുബന്ധിച്ച് പലരും നിരീക്ഷണത്തിലാണ്. ഓടിപ്പോയ മനോഫറിനായി അന്വേഷണം നടന്നുവരികയാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എക്സൈസ് ഷാഡോ ടീം അതീവ ജാഗ്രതയിലാണ്. പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി ശങ്കറിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷഹാലുദ്ദീൻ, വിനോദ് RG, പ്രിവന്റീവ് ഓഫീസർ ഹരികൃഷ്ണൻ, അനീഷ് കുമാർ, ജ്യോതി TR, ഷെഫീഖ്, നാസർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാലിം, ആസിഫ്, ജിത്തു ഗോകുൽ, ഉണ്ണികൃഷ്ണൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ പ്രിയങ്ക എന്നിവർ പങ്കെടുത്തു.